ഐതിഹ്യവും ആചാരവും ഒന്നുചേരുന്ന ഗ്രാമീണ സംസ്കാരത്തിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്മിലടി ഉത്സവമായി ആഘോഷിക്കുന്ന ദേശമാണ് കണ്ണൂർ മാവിലായി. മാവിലാക്കാവ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെടുത്തിയാണ് വർഷം തോറും അടിയുത്സവം കൊണ്ടാടുന്നത്. കടമ്പൂർ ദേശത്തെ ചെമ്പകശ്ശേരി തമ്പുരാന് വണ്ണത്താങ്കണ്ടി തണ്ടാൻ വിഷുനാളി സമ്മാനിച്ച അവിൽപ്പൊതിക്ക് വേണ്ടി തമ്പുരാൻ്റെ മക്കൾ തമ്മിലുണ്ടായ തർക്കവും തമ്മിലടിയും മാവിലായിക്കാവിലെ ദൈവത്താൽ പ്രത്യക്ഷപ്പെട്ട് പരിഹരിച്ചതിൻ്റെ ഓർമ്മക്കായാണ് ഇവിടെ വർഷം തോറും അടിയുത്സവം കൊണ്ടാടുന്നത്. വിഷുക്കാലത്ത് ഇളയ കൂർവാട്, മൂത്ത കൂർവാട് എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി ചേരിതിരിഞ്ഞാണ് അടിയുത്സവം നടത്തുന്നത്. വാശിയോട് അടിച്ചവർ പരസ്പരം ചേർത്ത് പിടിച്ച് ദൈവത്താറിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി ഒരുമയോടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് അടിയുത്സവം സമാപിക്കുന്നത്. ഇന്ന് നമുക്ക് ഇക്കഴിഞ്ഞ മേടമഞ്ചിനി മാവിലായി നാലാഞ്ചിറ വയലിൽ നടത്തിയ അടിയുത്സവത്തിൻ്റെ കാഴ്ചകൾ കാണാം. മാവിലായിൽ ജനിച്ചു വളർന്ന എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഉത്സവത്തെക്കുറിച്ച് ഏറെ കൗതുകമുണ്ടായിരുന്നു. വളർന്ന് വലുതായപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണമെന്ന ആഗ്രഹം ജനിച്ചപ്പോൾ എനിക്ക് മറ്റെങ്ങും പോകേണ്ടി വരുമായിരുന്നില്ല. കാരണം എൻ്റെ തറവാട്ടിലുള്ള ആളുകളൊക്കെ ഈ ഉത്സവത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിക്കുന്നവരായിരുന്നു എന്നതുകൊണ്ട് ആ വീട്ടിലെ മുതിർന്ന അംഗങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചില വസ്തുതകളാണ് നിങ്ങളോടൊപ്പം ഇവിടെ പങ്കുവയ്ക്കുന്നത്. കടമ്പൂർ ദേശത്തെ ഒരികര എന്ന പ്രദേശത്ത് കച്ചേരി ഇല്ലത്ത് ചെമ്പകശ്ശേരി തറവാട്ടിലെ തമ്പുരാനെ നിത്യം സന്ദർശിക്കുന്ന മാവിലായി ദൈവത്താറീശ്വരൻ, അങ്ങനെ ഒരു വിഷുനാളിൽ ദൈവത്താറീശ്വരൻ അവിടെ സന്ദർശിക്കുന്ന വേളയിൽ ആ നാട്ടിലെ പ്രമാണിയായ വണ്ണത്താങ്കണ്ടി തണ്ടയാൻ എന്ന ആൾ ആ തമ്പുരാന് വിഷുനാളിൽ ഒരു അവിൽപ്പൊതി സമ്മാനിക്കുക പതിവായിരുന്നു. അങ്ങനെ ഒരു വിഷുനാളിൽ അയാൾ സമ്മാനിച്ച അവിൽപ്പൊതി തമ്പുരാൻ അവിടെ ഉണ്ടായിരുന്ന 2 ജ്യേഷ്ഠാനുജന്മാർക്ക് എറിഞ്ഞു കൊടുക്കുകയും അത് കൈക്കലാക്കുന്നതിന് വേണ്ടി അവർ തമ്മിൽ ഉന്തും തള്ളും, പിന്നീട് അത് അടി കലശലായപ്പോൾ അത് തീർക്കുന്നതിന് വേണ്ടി ദൈവത്താറീശ്വരൻ ഇടപെടുകയും അവരെ താൽക്കാലികമായി ശാന്തരാക്കാൻ സാധിച്ചുവെങ്കിലും അവരുടെ ഉള്ളിൽ വലിയൊരു പക നീറി നിന്നിരുന്നു. ആ പക തീർക്കുന്നതിന് വേണ്ടി അവർ മേടം 4-ന് മാവിലായിലെ നീലാഞ്ചിറ വയലിൽ വെച്ച് വീണ്ടും അടി കുറിക്കുകയും അങ്ങനെ ആദ്യ അടി നടന്നതിൻ്റെ ഓർമ്മകൾക്കായി പിന്നീട് തുടർച്ചയായി എല്ലാ വർഷവും പിൻതലമുറക്കാർ ഇതൊരാചാരമായി അനുഷ്ഠിച്ചു വരികയും ചെയ്യുകയായിരുന്നു എന്നതാണ് വസ്തുത. ഏവർക്കും നന്ദി, നമസ്കാരം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഒന്ന് വിരലമർത്തുക. നന്ദി.